ഹലോ അസ്സലാമു അലൈക്കും. കോഴിപ്പാടിനാണ് ഞാൻ ഇന്ന് വന്നത്. എന്താണെന്ന് അറിയാം, നമ്മൾ അങ്ങാടി ഒരുപാട് ഓരോ ദിവസം കഴിയുമ്പോൾ വലുതാകുന്നുണ്ട്. പക്ഷേ എന്തോ വെച്ചാൽ അതിനനുസരിച്ചുള്ള വികസനം നമുക്ക് നമ്മൾ അങ്ങാടി വരണം. പുറത്തുനിന്നുള്ള ആൾക്കാർ വന്നിട്ട് ഇവിടെ ATM എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. കാരണം അത് കഴിഞ്ഞാൽ സംബന്ധിച്ച് നേരെ മുന്നിലുണ്ട്, ആകെ നേരെ അപ്പുറത്തുണ്ട്. പക്ഷേ അവിടെ വന്നുകൊണ്ട് ഓരോട് നമ്മളോട് ചോദിക്കുകയാണ്, അവിടെ പൈസ ഇല്ലല്ലോ എന്ന് പറയുകയാണ്. ഇത് ഇന്നും ഒന്നര തുടങ്ങിയതല്ല, ഇത് എന്നും സ്ഥിരമായിട്ടുള്ള പരിപാടി തന്നെയാണ്. കാരണം ഇത് വർക്കിംഗ് ഇല്ല. ഇപ്പോൾ MDC ബാങ്കാണ്, ഇപ്പോൾ ഇത് കേരള ബാങ്കായി, അതേമാതിരി SBI ബാങ്ക്. എന്നാൽ അവിടെ എന്നും മറ്റേ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടും. പക്ഷെ അതുമായി ബന്ധപ്പെട്ട ഉപകാരം ചെയ്യണതുമായി നമുക്ക് ഉപകാരമില്ല ഒരു പരിപാടിയും നമ്മളെ ATM കൊണ്ട് നമുക്ക് പറ്റണില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ടൂറിനെ സംബന്ധിച്ച് ഒന്ന് കുളപ്പറമ്പ് കഴിഞ്ഞാൽ അടുത്ത ATM കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ പോകേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് കേക്കത്തല പോകണം. നമ്മളെ കയ്യിൽ ATM. ഇപ്പോൾ ഞാനിപ്പോൾ ഒന്ന് അവിടെ കടിയുന്ന ഒരാൾ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ കയ്യത്തെ ATM കംപ്ലൈൻ്റ് ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇത് മെഷീനിക്ക് ഇടുന്നില്ലല്ലോ, മെഷീനിക്ക് ഇടാത്തതുകൊണ്ട് തന്നെ ഇത് വർക്കിംഗ് ഇല്ലാന്ന്. കാരണം ഇത് എവിടെ കൊണ്ടിങ്ങാണ്ട് ഇടണേ. പിന്നെ ഇത് ആശ്രയിക്കുന്ന സ്ഥലങ്ങൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഓരോ വ്യക്തികളെ ആശ്രയിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ 1000-ന് 10 രൂപ കൊടുത്തുകൊണ്ടും അല്ലെങ്കിൽ 1000-ന് 20 കൊടുത്തുകൊണ്ടും എക്സ്ട്രാ പൈസ കൊടുത്തുകൊണ്ട് നമ്മൾ ആവശ്യങ്ങൾ നിറവേറ്റണം. കാരണം എന്താ വെച്ചാൽ മറ്റേ മണി ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് പൈസ കൂടുതൽ കൊടുത്തുകൊണ്ട് ഒരു CDM അല്ലെങ്കിൽ ഒരു ATM ഉണ്ടെങ്കിൽ താൽക്കാലികമായി എല്ലാ കാര്യങ്ങളുമായി നടക്കും. പിന്നെ നമ്മൾ ആശ്രയിക്കുന്നത് ഈ നമ്മളെ സുഹൃബന്ധത്തിൻ്റെ പേരിലില്ല കുറച്ച് മറ്റേ പെട്രോൾ പമ്പുകൾ മാത്രമാണ്. അതും അവിടുന്ന് ലിമിറ്റായിട്ടുള്ള പൈസ മാത്രമേ കിട്ടുള്ളൂ. ഒരു 50 അല്ലെങ്കിൽ 1 ലക്ഷമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഒന്നുകിൽ കേക്കത്തല പോകണം, അല്ലെങ്കിൽ മറ്റേ പാണ്ടിക്കാട് പോകണം. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് നമ്മൾ ദൂരങ്ങാടിനെ പറയുമ്പോൾ നമുക്കത് എത്രത്തോളം എന്തായാലും ഒരു അടങ്ങാറാണ്. കാരണം ഈ രാജറാണിക്ക് ട്രെയിൻ രാവിലെ പോയി ഇങ്ങോട്ട് മടങ്ങി വരുന്നേ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ വന്നിങ്ങാണ്ട് ചായ കുടിച്ചിട്ട് പൈസ ഇല്ല. അപ്പോൾ ഗൂഗിൾ പേ ഉണ്ട് ചോദിച്ചാൽ ചിലപ്പോൾ ഗൂഗിൾ പേയിൽ പൈസ ഉണ്ടല്ലോ. ATM ഉണ്ടോ ചോദിച്ചാൽ നമുക്ക് ATM ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. അപ്പോൾ അതിൽ പൈസ ഇല്ല. കാരണം ഇപ്പുറത്തും രണ്ടെണ്ണുണ്ട്. പിന്നെ ഒന്നുമില്ലാതെ കമാൻത്തിങ്ങിൻ്റെ ചിലപ്പോൾ ഇപ്പോൾ അതിൻ്റെ അടിയിൽ ഒരാൾ വന്നു, അവിടുത്തെ ഏറ്റവും പോകാൻ ദൂരമാണ്. കാരണം നമ്മൾ അങ്ങാടിൻ്റെ മറ്റേ ബസ് സ്റ്റോപ്പും ബസ് കേന്ദ്രങ്ങളും അതുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളും നമ്മൾ ടൗണിലാണ് നടക്കുന്നത്. അപ്പോൾ ഈ ടൗണിൽ നിന്ന് ഇവിടുന്ന് കമാനക്ക് നിങ്ങൾക്ക് പോകണം, അല്ലെങ്കിൽ അപ്പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പിന്നെ ആശ്രയിക്കണേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 1000-ന് 20 10 കൊടുക്കണേ ഒരുപാട് ആൾക്കാണ്. അപ്പോൾ വേണ്ട അധികൃതർ ഇത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിന് പെട്ടെന്നൊരു തീരുമാനം എടുക്കാം. കാരണം ഇത് എനിക്ക് വേണ്ടിയാണ്ടല്ല, ഇത് എല്ലാവർക്കും വേണ്ടിയാണ്ടല്ലോ വീഡിയോ ആയിരിക്കാണ്ട് തന്നെ ഇത് പരിഗണിക്കാം. നമ്മളിത് പുറത്ത് ആരെയും ഉദ്ദേശിക്കാണ്ടോ അല്ലെങ്കിൽ ഇതൊന്നുമല്ല. കാരണം ഒരുപാട് ആൾക്കാർ ഈ ATM ഉണ്ടോ അല്ലെങ്കിൽ ATM പൈസ ഇല്ല എന്ന് പറഞ്ഞാണ്ട് നമ്മളെടുത്തിട്ട് വരുന്നുണ്ട്. തൽക്കാലം ഇന്ത്യക്ക് ഒരു 500 കൊണ്ടാ അല്ലെങ്കിൽ 1000 കൊണ്ടാ എന്ന് പറഞ്ഞാൽ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണാൻ അധികൃതർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതൊരു പരിഗണന, ഇത് ചെറുതായിട്ടൊന്ന് പരിഗണിച്ചാണ്ട് ഇതിന് പെട്ടെന്നൊരു തീരുമാനം എടുത്താൽ ഒരുപാട് ആൾക്കാർക്ക് ഇതൊരു ഉപകാരമാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്.